അടുത്ത ചോദ്യം. ഗണിത ശ്രേണിയിലെ ആദ്യത്തെ 30 പദങ്ങളുടെ തുക 6, 12, 18, 2790. അപ്പോൾ 13, 19, 25 എന്ന ശ്രേണിയിലെ ആദ്യത്തെ 30 പദങ്ങളുടെ തുക എത്രയാണ്? അപ്പോൾ നമുക്കിവിടെ സമാന്തര ശ്രേണിയുടെ തുകയാണ് കാണേണ്ടത്. തന്നിരിക്കുന്നത് എന്താണ്? 6, 12, 18 ഇങ്ങനെ പോകുന്ന ശ്രേണിയിലെ 30 പദങ്ങളുടെ തുക. 30 പദങ്ങളുടെ തുക തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 2790. അങ്ങനെയാണെങ്കിൽ 13, 19, 25 എന്ന് തുടങ്ങുന്ന ശ്രേണിയുടെ 30 പദങ്ങളുടെ തുക എന്ത്? ഇതാണ് നമുക്ക് കാണേണ്ടത്, അല്ലേ? അപ്പോൾ ഇതൊരു സമാന്തര ശ്രേണിയാണ്. സമാന്തര ശ്രേണിയിൽ ഇതിലെ പൊതുവ്യത്യാസം എത്രയാണ്? ഫസ്റ്റ് ടേം 13 ആണ്. പൊതുവ്യത്യാസം ഡി എത്രയാണ്? 13ഉം 19ഉം തമ്മിലുള്ള വ്യത്യാസം 6. 19, 25 തമ്മിലുള്ള വ്യത്യാസം 6. അപ്പോൾ പൊതുവ്യത്യാസം 6 ആണ്. അപ്പോൾ നമുക്കറിയാം സമാന്തര ശ്രേണിയുടെ സം കാണാനുള്ള ഇക്വേഷൻ Sn = n/2 × 2a + n-1 × d. n എന്ന് പറഞ്ഞാൽ 30 പദങ്ങളാണ്. അപ്പോൾ n 30 ആണ്, അല്ലേ? അപ്പോൾ ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ Sn = n/2 30/2 × 2 × a 13 + n-1. n-1 എന്ന് പറയുമ്പോൾ 30 - 1 29 d. ഡിന്റെ സ്ഥാനത്ത് 6. ഓക്കെ. 30/2 എന്ന് പറയുമ്പോൾ 15. 30/2 എന്ന് പറയുമ്പോൾ 15. ഓക്കെ, ദാറ്റ് ഈസ് ഇത് ഡയറക്റ്റ് ചെയ്യാം. നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. കാരണം എല്ലാ ടേമും എല്ലാ വേരിയബിൾസും നമുക്ക് തന്നിരിക്കുന്ന രണ്ടാമത്തെ ശ്രേണിയിൽ തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ 15 × 2 × 13 26 + 29 × 6. 29 × 6 ചെയ്താൽ 174 ആണ് കിട്ടുക. ഓക്കെ, ദാറ്റ് ഈസ് 15 × 26 174 പ്ലസ് ചെയ്താൽ 200 കിട്ടും. 15 × 200 3000 ആണ് കിട്ടുക. 15 × 200 എത്രയാണ്? 3000. അപ്പോൾ Sn എന്താണ്? 3000. സം ഓഫ് 30 ടേംസ് ഓഫ് ദി സീരീസ് 13, 19, 25 എത്രയാണ്? 3000. ഓക്കെ. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ ഓപ്ഷൻ എ ആണെന്ത്? കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. 66,411 രൂപക്ക് തന്റെ മോട്ടോർ സൈക്കിൾ വിറ്റതിലൂടെ ശേഖറിന് 6% നഷ്ടമുണ്ടായി. 6% ലാഭം ലഭിക്കാൻ അവൻ എന്ത് വിലക്ക് വിൽക്കണം? അപ്പൊ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 66,411 രൂപക്ക് വിറ്റപ്പോൾ 6% നഷ്ടമാണ് ഉണ്ടായത്. അപ്പൊ ഈ 66,413 രൂപ എന്ന് പറയുന്നത് മോട്ടോർ സൈക്കിളിന്റെ വിലയുടെ എത്ര ശതമാനമാണ്? 94%, അല്ലെ? 100%ആണ് ഫുള്ള് വില. അപ്പൊ അതിൽ നിന്ന് 6% നഷ്ടമാകുമ്പോൾ 94%ആണ്. ഇത് വിലയുടെ 94%ആണ് 66,411 രൂപ. പിന്നെ നമ്മോട് ചോദിച്ചിട്ടുള്ളത് 6% ലാഭത്തിൽ വിൽക്കുകയാണെങ്കിൽ എത്ര രൂപക്ക് വിൽക്കണം? അതായത് 6% ലാഭത്തിലാണെങ്കിൽ നമ്മളത് 106%-ന് വിൽക്കണം. വിലയുടെ 106%-ൽ വിൽക്കണം, അല്ലേ? അപ്പോൾ വിലയുടെ 106% എത്ര എന്നാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ. അപ്പൊ നോക്കൂ, 94%ആണ് 66,411 രൂപ. നമുക്ക് കാണേണ്ടത് 106%. അപ്പോൾ 66,411 രൂപയുടെ കൂടെ എത്ര ശതമാനം കൂട്ടണം? 12% കൂട്ടണം. കാരണം 94%-വും 106%-വും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 12%. ഓക്കെ. അപ്പോൾ 12% ഇതിന്റെ കൂടെ എന്ത് ചെയ്യണം? നമ്മൾ കൂട്ടണം. ഓക്കെ. ഇനി അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമുക്കറിയാം 66,411 രൂപ എന്ന് പറഞ്ഞത് 94%. അപ്പോൾ 1% കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 66,411 രൂപയെ 94 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 1% കിട്ടി. ഇനി നമുക്ക് 12%-ആണ് ഇതിന്റെ കൂടെ കൂട്ടേണ്ടത്. അപ്പോൾ 12% കാണാൻ നമ്മൾ ഇതിനെ × 12 ചെയ്യണം. ഓക്കെ, ഇത് 1%ആണ്. × 12 ചെയ്യുമ്പോൾ 12% കിട്ടും. അപ്പോൾ ഇതിന്റെ വില കാണണം നമ്മൾ ആദ്യം. എന്നിട്ട് ആ വില നമ്മൾ ഇതുകൊണ്ട് ആഡ് ചെയ്യണം. അതായിരിക്കും എന്ത്? 106%. ഓക്കെ. അപ്പോൾ ഇവിടെ 12-നെയും 94-നെയും 2 കൊണ്ട് വെട്ടിയാൽ ഇവിടെ 6 വരും. ഇവിടെ എത്ര വരും? 47 വരും. ഓക്കെ. ഇനി
47നെയും 66,411നെയും ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1413 രൂപ കിട്ടും. 1413 കിട്ടും. ഓക്കെ, 1413 ഇൻറ്റു 6 ഇത് ചെയ്തു കഴിഞ്ഞാൽ 8,478 രൂപ കിട്ടും. അപ്പോൾ ഇതാണ് എന്ത് 12% എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? 66,411 രൂപയോട് കൂടി ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് 106% എന്ന് പറഞ്ഞാൽ 66,411 പ്ലസ് 8,478. ഇത് കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും? 74,889 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ ഓപ്ഷൻ സി ആണ് എന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ആശ, ശ്രീരാഗ്, ദിലീപ് എന്നിവരുടെ ശമ്പളം യഥാക്രമം 3:4:5 എന്ന അനുപാതത്തിലാണ്. കോവിഡ് മഹാമാരി കാരണം യഥാക്രമം 5%, 10%, 13% എന്നിങ്ങനെയാണ് ശമ്പളം കുറച്ചത് എങ്കിൽ അവരുടെ ശമ്പളത്തിന്റെ പുതിയ അനുപാതം എന്തായിരിക്കും? ഓക്കെ, അപ്പോൾ ആശ, ശ്രീരാഗ്, ദിലീപ് അവരുടെ ശമ്പളത്തിന്റെ അനുപാതം എത്രയാണ് തന്നിട്ടുണ്ട്? 3:4:5 നിലവിലുള്ളത്. കോവിഡ് മഹാമാരി കാരണം അവരുടെ ശമ്പളം ആശയുടേത് 5% കുറച്ചു, ശ്രീരാഗിൻ്റെത് 10% കുറച്ചു, ദിലീപിൻ്റെത് 13% കുറച്ചു. അങ്ങനെയാണെങ്കിൽ പുതിയ ശമ്പള അനുപാതം എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, സപ്പോസ് ആശയുടെയും പിന്നെ ശ്രീരാഗിൻ്റെയും ദിലീപിൻ്റെയും ശമ്പളത്തിന്റെ അനുപാതം 3:4:5 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ ആശയുടേത് 3x എന്ന് എടുക്കാം, ദിലീപിൻ്റെത് 4x എന്ന് എടുക്കാം ശമ്പളം. അതുപോലെ തന്നെ ദിലീപിൻ്റെതല്ല, ശ്രീരാഗിൻ്റെത് 4x, ദിലീപിൻ്റെത് 5x ആയിട്ടും എടുക്കാം അവരുടെ ശമ്പളം. ഓക്കെ, ഇനി ഇവിടെ ഫസ്റ്റത്തെ ആളുടെ, അതായത് ആശയുടെ ശമ്പളം എത്ര ശതമാനം കുറച്ചിട്ടുള്ളത്? 5% കുറച്ചിട്ടുള്ളത്. അപ്പൊ ആശയുടെ പുതിയ ശമ്പളം എന്ന് പറയുന്നത് എത്ര ശതമാനമായിരിക്കും? 95% ആയിരിക്കും. എത്ര? 95% ആയിരിക്കും. ഓക്കെ, അപ്പോൾ 3xന്റെ 95% കാണാം നമ്മൾ. ഓക്കെ, 3xന്റെ 1% എന്ന് പറയുന്നത് 3x/100 ആണ്. ഇൻറ്റു 95 ചെയ്താൽ നമുക്ക് 95% കിട്ടും. രണ്ടാമത്തെ ആളത് അതുപോലെ തന്നെ എത്ര ശതമാനം കുറച്ചിട്ടുള്ളത്? 10% കുറച്ചിട്ടുള്ളത്. അപ്പോൾ ഇയാളുടെ പുതിയ ശമ്പളം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 90% ആയിരിക്കും. അപ്പോൾ 4xന്റെ 90% കാണണം. 4xന്റെ 1% 4x/100 ഇൻറ്റു 90. ഇനി മൂന്നാമത്തെ ആളത് 13% കുറച്ചുള്ളത്. അപ്പോൾ ഇത് എത്ര ശതമാനം പുതിയത്? 87% ആയിരിക്കും പുതിയ ശമ്പളം. ഓക്കെ, അദ്ദേഹത്തിന്റെ ശമ്പളത്തിന്റെ 87%. അപ്പോൾ 5xന്റെ 87% കാണും. 5xന്റെ 1% 5x/100 ഇൻറ്റു 87. ഓക്കെ, ഇനി അനുപാതം കാണാൻ നമ്മളത് ഈസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇനി കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 100 എല്ലാ ഭാഗത്തുനിന്നും ക്യാൻസൽ ചെയ്ത് പോയി, എക്സ് എല്ലാ ഭാഗത്തുനിന്നും എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെന്താ ഉള്ളത്? 3 × 95 = 4 × 90 = 5 × 87. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ട് എല്ലാ ടേമിനും ഞാനൊരു 5 കൂടി എന്ത് ചെയ്യാണ്? എടുക്കുകയാണ്. 5 കോമൺ ആയിട്ട് എല്ലാ ടേമിലും ഉണ്ട്. അപ്പോൾ അത് എടുത്താൽ 95-ൽ എത്ര 5 ഉണ്ട്? 19 5 ഉണ്ട്. 90-ൽ എത്ര 5 ഉണ്ട്? 18 5 ഉണ്ട്. ഇവിടെ ഈ 5 വെട്ടിപ്പോകും. അപ്പോൾ പുതിയതായിട്ട് 3 × 19 = 4 × 18 = 87 എന്നാണ് വരിക. 3 × 19 എത്ര വരിക? 57 4 × 18 എത്ര വരിക? 72 പിന്നെ ഇവിടെ നിന്നിട്ട് 87. അപ്പോൾ ഇതാണ് നമുക്ക് പുതിയതായിട്ട് കിട്ടിയ ശമ്പളത്തിന്റെ അനുപാതം. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ ഓപ്ഷൻ ബി ആണെന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. 6 7/11 + 13 15/22 - 7 3/55 - x = 7 13/110 ആണെങ്കിൽ x ഡാഷ് ആണ്. നമുക്ക് സിംപ്ലിഫൈ ചെയ്യേണ്ടത് 6 7/11 + 13 15/22 - 7
3/55 മൈനസ് എക്സ് ഈക്വൽ ടു 7 13/110 ആണ്. ഇതിൽ നമുക്ക് എക്സ് ആണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെയാണ് എക്സ് ഉള്ളത്. ഈ എക്സിനെ ഒരു ഭാഗത്ത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുക. ഇവിടെയുള്ള 7 13/110 ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 6 7/11 പ്ലസ് 13 15/22 മൈനസ് 7 3/55 മൈനസ് 7 13/110 ഈക്വൽ ടു എക്സ്. ഇനി ഇത് കണ്ടാൽ മതി. അപ്പോൾ ഇത് മിക്സ്ഡ് ഫ്രാക്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം പൂർണ്ണസംഖ്യകൾ തമ്മിൽ ചെയ്യുക. അപ്പോൾ ഇവിടെ പ്ലസ് 6 ഉണ്ട്, പ്ലസ് 13 ഉണ്ട്, മൈനസ് 7 ഉണ്ട്, മൈനസ് 7 ഉണ്ട്. ഓക്കെ, പിന്നെ ഫ്രാക്ഷൻസ് ചെയ്യുക. ഇവിടെ പ്ലസ് 7/11 ഉണ്ട്, ഇവിടെ പ്ലസ് 15/22 ഉണ്ട്, പിന്നെ ഇവിടെ മൈനസ് 3/55 ഉണ്ട്, പിന്നെ മൈനസ് 13/110 ഉണ്ട്. ഇതാണ് എക്സ്. 6 + 13 19 കിട്ടും. 19 മൈനസ് 7 12 കിട്ടും. 12 മൈനസ് 7 5 കിട്ടും. അപ്പോൾ പൂർണ്ണസംഖ്യ 5. ഇനി പ്ലസ് ഇവിടെ 7/11 പ്ലസ് 15/22 ചെയ്താൽ ഡിനോമിനേറ്ററിൽ ഇവിടെ 22 ആണ്, ഇവിടെ 11 ആണ്. അപ്പോൾ ഇവിടെ 2 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ 22 ആവും. അപ്പോൾ നമ്മൾ മുകളിലും 2 കൊണ്ട് ഗുണിക്കും. അപ്പോൾ ഇത് രണ്ടും ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ 22 വരും. ഓക്കെ, പിന്നെ 7 × 2 14, 14 + 15 29 വരും. ഓക്കെ, മൈനസ് പിന്നെ ഇവിടെ ഉള്ളത് മൈനസ് 3/55 മൈനസ് 13/110 ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ 110 ആണ്, ഇവിടെ 55 ആണ്. ഇവിടെ 2 കൊണ്ട് ഗുണിച്ചാൽ 110 ആവും. ഇവിടെയും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇത് രണ്ടും ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ 110 എന്ന് വരും. പിന്നെ ന്യൂമറേറ്ററിൽ 3 × 2 അപ്പോൾ മൈനസ് 6 വരും. ഇവിടെ മൈനസ് 13 മൈനസ് 6 മൈനസ് 13 എത്ര വരിക? മൈനസ് 19 വരും. ഓക്കെ, യെസ്. ഇനി ഇത് രണ്ടും ചെയ്യണം. ഇത് രണ്ടും ചെയ്യുമ്പോൾ ഇവിടെ 110 ആണ്, ഇവിടെ 22 ആണ്. 22നെ 5 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 110 കിട്ടും. അപ്പോൾ മുകളിൽ 5 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഇവിടെ 5 ഉണ്ട്, പ്ലസ് ഡിനോമിനേറ്ററിൽ 110 വരും. 29 × 5 ചെയ്യുമ്പോൾ നമുക്ക് 145 ആണ് കിട്ടുക. 145 മൈനസ് 19 അല്ലേ. 140 ദാറ്റ് ഈസ് 5 പ്ലസ് 145 മൈനസ് 19 ചെയ്യുമ്പോൾ നമുക്ക് 126/110 ആണ് കിട്ടുക. ഓക്കെ, ഇനി 126ൽ എത്ര 110 ഉണ്ട്? 1 ഉണ്ട് അല്ലേ. 1 പിന്നെ റിമൈൻഡർ ആയിട്ട് വരിക എത്ര? റിമൈൻഡർ ആയിട്ട് 16 വരിക. അപ്പോൾ 16/110 ആണ് അവിടെ വരിക. 1 16/110 ആണ് അവിടെ വരിക. അപ്പോൾ അത് പ്ലസ് ചെയ്യുമ്പോൾ 5ഉം 1ഉം 6 16/110. ഇതാണ് നമ്മൾ ഫൈനൽ ആൻസർ, എക്സിൻ്റെ വില. ഓക്കെ, നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ നമുക്ക് 16/110 എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. 16നെയും 110നെയും നമ്മൾ 16നെ 2 കൊണ്ട് വെട്ടിയാൽ ഇവിടെ 8 വരും, ഇവിടെ 55 വരും അല്ലേ. അപ്പോൾ അത് എത്ര കിട്ടുക? 6 8/55 വരും. അപ്പോൾ അത് ഓപ്ഷനിലുണ്ടോ? യെസ്, ഓപ്ഷൻ എ 6 അല്ലല്ല, ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ സി. ഓപ്ഷൻ സി 6 8/55. ഓപ്ഷൻ സി ആണെന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഒരു ഗ്രാമത്തിൽ 50% ആളുകൾക്ക് കാറും 30% പേർക്ക് ഇരുചക്ര വാഹനവും 15% പേർക്ക് കാറും ഇരുചക്ര വാഹനവും ഉണ്ട്. ഗ്രാമത്തിലെ എത്ര ശതമാനം ആളുകൾക്ക് കാറും ഇരുചക്ര വാഹനവും ഇല്ല? ഓക്കെ, അപ്പോൾ നമ്മൾ തന്നിട്ടുള്ളത് ഒരു ഗ്രാമത്തിൽ 50% ആളുകൾക്ക് എന്തുണ്ട്? കാറുണ്ട്. 30% ആളുകൾക്ക് എന്തുണ്ട്? ഇരുചക്ര വാഹനമുണ്ട്. അപ്പം നമ്മൾ ബൈക്ക് കൊടുക്കണം. പിന്നെ പറഞ്ഞു 15% ആളുകൾക്ക് എന്തുണ്ട്? കാറും ഉണ്ട്, ബൈക്കും ഉണ്ട്. ഓക്കെ, നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് കാറും ഇരുചക്ര വാഹനവും ഇല്ലാത്ത ആളുകളുടെ എണ്ണമാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ടോട്ടൽ ആളുകൾ 100% ആണെങ്കിൽ അതിൽ നിന്ന് കാറുള്ള ആളുകളെ ശതമാനം കുറക്കണം. പിന്നെന്ത് കുറക്കണം? ബൈക്കുള്ള ആളുകളുടെ ശതമാനം കുറക്കണം. പിന്നെന്ത് കുറക്കണം? കാറും ബൈക്കും ഉള്ള ആളുകളുടെ ശതമാനം കുറക്കണം. എന്നെങ്കിലല്ലേ കാറും ബൈക്കും ഇല്ലാത്ത ആളുകളുടെ എണ്ണം കിട്ടുമല്ലോ. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത് കാറ് മാത്രമല്ല ആളുകളുടെ ശതമാനം എത്രയാണെന്ന് നോക്കണം. ഓക്കെ, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 50% ആളുകൾക്ക് എന്തുണ്ട്?
കാർ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 50% ആളുകൾക്ക് കാർ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പറഞ്ഞു 15% ആളുകൾക്ക് കാറും ബൈക്കും ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 50% ആളുകളിൽ 15% ആളുകൾക്ക് എന്തുണ്ട്? കാറും ബൈക്കും ഉള്ള ആളുകളാണ്. അപ്പോൾ കാറ് മാത്രമല്ല ആളുകൾ എത്ര ശതമാനം? 35% ആളുകളാണ് കാറ് മാത്രമുള്ളത് അല്ലേ. 35% കാറ് മാത്രമല്ല ആളുകളും പിന്നെ 15% കാറും ബൈക്കും ഉള്ള ആളുകളാണ് ഈ 50%. അപ്പോൾ നമുക്ക് 100% മൈനസ് കാർ മാത്രമുള്ള ആളുകൾ എത്രയാണ്? 35% മൈനസ് ബൈക്ക് മാത്രമുള്ള ആളുകൾ. ബൈക്കുള്ള ആളുകൾ 30% എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവിടെ പറഞ്ഞു 15% കാറും ബൈക്കും ഉള്ള ആളുകളാണ്. അപ്പോൾ ബൈക്ക് മാത്രമുള്ള ആളുകൾ എത്ര ശതമാനമായിരിക്കും? 15% ബൈക്ക് മാത്രമുള്ള ആളുകൾ. 15% ബൈക്ക് മാത്രമുള്ള ആളുകളും പിന്നെ 15% ബൈക്കും കാറും ഉള്ള ആളുകളും ഇവിടെ കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 30% കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ബൈക്ക് മാത്രമുള്ള ആളുകൾ 15% മൈനസ് കാറും ബൈക്കും ഉള്ള ആളുകൾ എത്രയാണ്? 15%. അത് അവിടെ അങ്ങനെ തന്നെ കൊടുക്കാം. ദാറ്റ് ഈസ് 100 മൈനസ് 30 മൈനസ് 30 മൈനസ് 30 മൈനസ് 35 മൈനസ് 30 ഈ 15 30 അപ്പോൾ മൈനസ് 65 വരും. മൈനസ് 65. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 35% ആളുകളാണ് എന്ത്? കാറും ബൈക്കും ഇല്ലാത്ത ആളുകൾ. കാറും ബൈക്കും ഇല്ലാത്ത ആളുകൾ 35% ആളുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ ഡി ആണെന്ത്? കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. സമാന്തര ട്രാക്കുകളിൽ എതിർദിശയിൽ യഥാക്രമം 200 km/h 160 km/h വേഗതയിൽ 240 മീറ്റർ 180 മീറ്റർ നീളമുള്ള 2 ട്രെയിനുകൾ ഓടുന്നു. അപ്പോൾ പരസ്പരം കടക്കാൻ എടുക്കുന്ന സമയം സെക്കൻഡിൽ എത്രയാണ്? 2 ട്രെയിനുകൾ സമാന്തര ട്രാക്കുകളിൽ എതിർദിശയിൽ ഓടുന്നു എന്ന് വെച്ചാൽ ഒരു ട്രെയിന് ഈ ഭാഗത്തേക്കാണെങ്കിൽ മറ്റൊരു ട്രെയിന് ഇങ്ങോട്ടാണ് ഓടുന്നത്. ഓക്കെ, ഇതിൻ്റെ വെലോസിറ്റി 200 km/h എന്ന് തന്നിട്ടുണ്ട്. ഇതിൻ്റെ വെലോസിറ്റി 160 km/h എന്ന് തന്നിട്ടുണ്ട്. ഇനി ഈ ട്രെയിനിൻ്റെ ലെങ്ത് 240 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ട്രെയിനിൻ്റെ ലെങ്ത് 180 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് എന്താ? ഇപ്പോൾ പരസ്പരം കടന്നു പോകാൻ എടുക്കുന്ന സമയമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ടൈം ഈക്വൽ ടു നമ്മളെ പ്രവേഗത്തിൻ്റെ ഇക്വേഷനിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡ് ബൈ വെലോസിറ്റി ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ ലെങ്ത് രണ്ടും കൂട്ടുക അല്ലേ. 2 ട്രെയിനിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 240 മീറ്റർ പ്ലസ് 180 മീറ്റർ ഡിവൈഡഡ് ബൈ വെലോസിറ്റി. 2 ട്രെയിനുകൾ തമ്മിൽ എതിർ ദിശയിലാണ് ഓടുന്നത്. ഒന്ന് ഇങ്ങോട്ടും ഒന്ന് അങ്ങോട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ വെലോസിറ്റി തമ്മിൽ കൂട്ടുകയാണ് ചെയ്യുക. ഇനി സപ്പോസ് രണ്ടും ഒരേ ദിശയിലാണ് ഓടുന്നത് എങ്കിൽ നമ്മൾ വെലോസിറ്റികൾ തമ്മിൽ കുറക്കുകയാണ് ചെയ്യുക. അത് മനസ്സിലാക്കണേ. രണ്ടും എതിർ ദിശയിലായതുകൊണ്ട് നമ്മൾ വെലോസിറ്റികൾ രണ്ടും പ്ലസ് ചെയ്ത് കണ്ടാണ് വെലോസിറ്റിൻ്റെ സ്ഥാനത്ത് കൊടുക്കേണ്ടത്. റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയും നമ്മളതിന്. ഓക്കെ, രണ്ടും ഒരേ ദിശയിലാണെങ്കിൽ അത് നമ്മൾ മൈനസ് ചെയ്താണ് കൊടുക്കുക, റിലേറ്റീവ് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ എതിർ ദിശയിൽ ഓടുന്നത് കൊണ്ട് നമ്മൾ വെലോസിറ്റികൾ തമ്മിൽ കൂട്ടുകയാണ് ചെയ്യുക. ടോട്ടൽ വെലോസിറ്റി 200 km/h പ്ലസ് 160 km/h. യൂണിറ്റ് എന്താണ്? km/h ആണ്. അപ്പോൾ നമുക്ക് ആൻസർ വേണ്ടത് സെക്കൻഡിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ട്രെയിനിൻ്റെ ലെങ്ത് തന്നിട്ടുള്ളത് മീറ്ററിലാണ്. അപ്പോൾ ഈ km/h നമ്മൾ എന്ത് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. ഓക്കെ, ദാറ്റ് ഈസ് 240 180 എത്ര ഇടുക? 0 0 8 12 12ക്ക് 2 ശിഷ്ടം 1 3 1 4 420 മീറ്റർ എന്നിട്ട് മുകളിൽ ഡിവൈഡ് ബൈ താഴെ 200 160 360 km/h എന്ന് കിട്ടും. km/h എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ്. ഡിവൈഡഡ് ബൈ 1 അവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 മിനിറ്റ് ഇൻറ്റു 60 സെക്കൻഡാണ്. അപ്പോൾ ഡിവൈഡ് ബൈ എന്ത് വരും? 60 × 60 വരും. അപ്പോൾ അത് ഞാൻ എവിടെ എഴുതിയാൽ മതി? ന്യൂമറേറ്ററിൽ എഴുതിയാൽ മതി. കാരണം ഡിനോമിനേറ്ററിൽ വീണ്ടും ഡിനോമിനേറ്റർ വന്നാൽ അത് ന്യൂമറേറ്റർ പോകും. അപ്പോൾ ന്യൂമറേറ്ററിൽ 60 × 60 എഴുതി. ഇത്രയും സെക്കൻഡ്, ഇവിടെ മീറ്റർ. ഓക്കെ, ഈ മീറ്ററും ക്യാൻസൽ ചെയ്തു. പിന്നെ നമ്മൾ ഫൈനൽ ആൻസർ ടൈമിൻ്റെത് സെക്കൻഡിലായിരിക്കും വരിക. ഇനി ഞാൻ ഇത് സിംപ്ലിഫൈ ചെയ്യാണ്. 0യും 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 ക്യാൻസൽ ചെയ്ത് പോയി. ഓക്കെ, പിന്നെ 6 × 6 36. ഇവിടെ 360 ഉണ്ട്. അപ്പോൾ ഈ 36 പറ്റിയാൽ പിന്നെ ഇവിടെ എത്ര ഉണ്ടാവുക? ഇവിടെ 10 ഉണ്ടാവും. എത്ര ഉണ്ടാവുക? 10. ഓക്കെ, അപ്പോൾ 42/10 എന്ന് പറയുമ്പോൾ എത്ര വരിക? 4.2 സെക്കൻഡ്. അപ്പോൾ ട്രെയിനുകൾ പരസ്പരം മറികടക്കാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 4.2 സെക്കൻഡാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ
ഓപ്ഷൻ ഡി ആണ് എന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു ജോലി 8 പുരുഷന്മാരോ 12 സ്ത്രീകളോ 25 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. അങ്ങനെയാണെങ്കിൽ 10 പുരുഷന്മാരും 5 സ്ത്രീകളും എത്ര ദിവസത്തിനുള്ളിൽ ഇതേ ജോലി പൂർത്തിയാക്കും എന്നാണ് ചോദ്യം. ഓക്കെ, അതായത് നമ്മോട് പറഞ്ഞിട്ടുള്ളത് 8 പുരുഷന്മാർ, 8 മെയിൽസ് ഒരു ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന പറഞ്ഞിട്ടുള്ളത്? 25 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മോട് പറഞ്ഞു എന്ത്? 12 സ്ത്രീകളും ഈ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കുക? 25 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കുക. നമുക്ക് കാണേണ്ടത് 10 പുരുഷന്മാരും 5 സ്ത്രീകളും ഈ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്നാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ 8 മെയിൽസ് 25 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. അങ്ങനെയാണെങ്കിൽ ഒരു മെയിൽ എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും? ഒരു മെയിൽ 25 × 8, 25 × 8 ചെയ്യുമ്പോൾ നമുക്ക് 200 കിട്ടും. 200 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കുക. 12 വുമൺ 25 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു വുമൺ എത്ര ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കുക ഈ ജോലി? 25 × 12, 25 × 12 നമുക്ക് എത്ര കിട്ടും? 300 കിട്ടും അല്ലേ? 300 ആണ്. അപ്പോൾ 300 ദിവസം കൊണ്ടാണ് ഒരു വുമൺ ചെയ്യുകയാണെങ്കിൽ ഈ ജോലി പൂർത്തിയാക്കുക. ഒരു മെയിൽ ചെയ്യുകയാണെങ്കിൽ 200 ദിവസം കൊണ്ടാണ് കഴിയുക. ഓക്കെ, ഇനി ഒരു മെയിൽ 200 ദിവസം കൊണ്ട് ആണ് ജോലി പൂർത്തിയാക്കുന്നത് എങ്കിൽ ഒരു മെയിൽ ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ഡേ വർക്ക് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്കിന്റെ 200ൽ 1 ആയിരിക്കും ഒരു ദിവസം ചെയ്യുക അല്ലേ? അതേപോലെ തന്നെ ഒരു വുമൺ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്കിന്റെ 300ൽ 1 ആയിരിക്കും ഒരു ദിവസം ചെയ്യുക. ഓക്കെ, ഇനി നമുക്കിവിടെ 10 മെയിൽസ് ചെയ്യുന്ന വർക്ക് ഒരു ദിവസം ചെയ്യുന്ന വർക്ക് കാണണം. എന്നിട്ട് 5 വുമൺ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് കാണും. അത് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 10 മെയിൽസും 5 വുമണും ഒരു ദിവസം ചെയ്യുന്ന വർക്ക് കിട്ടും. അപ്പോൾ 10 മെയിൽസും 5 വുമണും ഒരു ദിവസം ചെയ്യുന്ന വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് എത്ര ദിവസം കൊണ്ട് കഴിയുമെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഒരു മെയില് ഒരു ദിവസം ചെയ്യുന്ന വർക്ക് ടോട്ടൽ വർക്കിന്റെ 200ൽ 1 ആണ്. അങ്ങനെയാണെങ്കിൽ 10 മെയിൽസ് എത്ര ദിവസം കൊണ്ടാണ് ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 മെയിൽസ് ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ 10 × W/200 ആണ്. അതേപോലെ തന്നെ 5 വുമൺ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ദിവസമാണ് ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ 5 × W/300 ആണ് അല്ലേ? അപ്പോൾ ഇത് എത്ര കിട്ടുക? 0 0 കിട്ടിയാൽ ടോട്ടൽ വർക്കിന്റെ 20ൽ 1 ആണ് 10 മെയിൽസ് ഒരു ദിവസം ചെയ്യുന്നത്. ഇത് വെട്ടിക്കളഞ്ഞാൽ 300ൽ എത്ര 5 ഉണ്ട്? 30ൽ 6 60 അല്ലേ? അപ്പോൾ 60 ആണ് കിട്ടുക. ദാറ്റ് ഈസ് ടോട്ടൽ വർക്കിന്റെ 60ൽ 1 ആണ് 5 വുമൺ ഒരു ദിവസം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 10 മെയിൽസും 5 വുമണും ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഞാനിവിടെ ഇരുന്നുണ്ട്, ഇത് രണ്ടും കൂട്ടിയാൽ മതി അല്ലേ? 10 മെയിൽസും 5 വുമണും ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ W/20 + W/60. അപ്പോൾ ഇവിടെ 60 ആണ്. അപ്പോൾ ഇവിടെ 60 ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 കൊണ്ട് ഗുണിച്ചു, മുകളിലും 3 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ എത്ര കിട്ടുക? 3W/W. 4W മുകളിൽ കിട്ടും, താഴെ 60 ഉണ്ടാവും. ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 കൊണ്ട് വെട്ടിയാൽ 2/30 വീണ്ടും 2 കൊണ്ട് വെട്ടിയാൽ ഇവിടെ 15 കിട്ടും. അതായത് W/15 കിട്ടും. ഇതെന്താണ്? 10 മെയിൽസും 5 വുമണും ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്കാണ് അല്ലേ? 10 മെയിൽസും 5 വുമണും ഒരു ദിവസം ചെയ്യുന്ന വർക്കാണ് ടോട്ടൽ വർക്കിന്റെ 15ൽ 1. അപ്പോൾ അവർ എത്ര ദിവസം കൊണ്ടാണ് അത് കംപ്ലീറ്റ് ചെയ്യുക? 15 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ 10 മെയിൽസും 5 വുമണും ഈ ജോലി എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? 15 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ ഓപ്ഷൻ എ ആണെന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, സിലിണ്ടറിന്റെയും കോണിന്റെയും വോളിയം 25:16 എന്ന അനുപാതത്തിലാണ്. അവയുടെ ഉയരം 3:4 എന്ന അനുപാതത്തിലാണ്. അപ്പോൾ സിലിണ്ടറിന്റെയും കോണിന്റെയും അടിത്തറയുടെ ആരങ്ങളുടെ അനുപാതം ഡാഷ്. അപ്പോൾ നമ്മോട് പറഞ്ഞിട്ടുള്ളത് സിലിണ്ടറിന്റെയും കോണിന്റെയും വോളിയത്തിന്റെ അനുപാതം തന്നിട്ടുണ്ട്. അപ്പോൾ സിലിണ്ടറിന്റെ വോളിയം ഞാൻ V1 ആക്കിയിട്ടും
കോണിൻ്റെ വോളിയം ഞാൻ V2 ആയിട്ട് എടുത്താൽ V1 ഈസ്റ്റു V2 തന്നിട്ടുണ്ട്. എത്രയാണ്? 25:16 എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഒരു സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ് സിലിണ്ടർ അല്ലേ, ഇതാണ് സിലിണ്ടർ. കോൺ എന്ന് പറഞ്ഞാൽ ഇതാണ് കോൺ. സിലിണ്ടറിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം സിലിണ്ടറിന്റെ വോളിയം πr² × h ആണ്. h എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്. കോണിൻ്റെതും ഹൈറ്റ് h ആണെങ്കിൽ കോണിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ 1/3 πr² × h ആണ്. r എന്ന് പറഞ്ഞാൽ ബേസിലുള്ള ഈ വൃത്തത്തിന്റെ ആരമാണ്. ഇവിടെ അതുപോലെ തന്നെ ബേസിലെ വൃത്തത്തിന്റെ ആരമാണ്. ദാറ്റ് ഈസ് V1 സ്ഥാനത്ത് നമുക്ക് πr1² h1 എന്ന് പറഞ്ഞാൽ സിലിണ്ടറിന്റെ ഹൈറ്റ് ഈസ്റ്റു V2 സ്ഥാനത്ത് 1/3 πr2² h2 എന്ന് കൊടുക്കാം. ഇതാണ് എന്ത് 25:16. ഇനി ഹൈറ്റുകളുടെ അനുപാതം തന്നിട്ടുണ്ട്. അതായത് h1:h2 തന്നിട്ടുണ്ട്. എത്രയാണ്? 3:4 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ h1ന്റെ സ്ഥാനത്ത് നമുക്ക് 3 കൊടുക്കാം, h2ന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? 4 കൊടുക്കാം. ഈ പൈയും ക്യാൻസൽ ചെയ്യാം. പിന്നെ ഇവിടെ എന്താ ഉണ്ടാവുക? r1² h1ന്റെ സ്ഥാനത്ത് 3:1/3 r2² h2ന്റെ സ്ഥാനത്ത് 4. ഇതാണെന്ത് 25:16. ഇനി ഈ 3യെ ഇങ്ങോട്ട് കൊടുത്താൽ ഇൻറ്റു ആവും. അപ്പോൾ ഈ 3യും × 3 9 ആവും. ഈ ഭാഗത്ത് പിന്നെ 9 r1² എന്നുണ്ടാവും ഈസ്റ്റു. ഇവിടെ എന്താ ഉണ്ടാവുക? പിന്നെ 4 r2² എന്നുണ്ടാവും. ഇതാണെന്ത് 25:16. അപ്പോൾ ഈ 9 r1² എനിക്ക് എങ്ങനെ എഴുതാം? 3 r1² എന്ന് എഴുതാം. കാരണം 9 എന്ന് പറഞ്ഞാൽ 3ന്റെ സ്ക്വയറാണ്. ഈസ്റ്റു 4 r2² എനിക്ക് 2 r2² എന്ന് എഴുതാം. കാരണം 4 എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയറാണ്. ഇതാണ് എന്ത് 25:16. ഓക്കെ. ഇനി രണ്ട് ഭാഗത്തും നമ്മൾ സ്ക്വയർ റൂട്ട് എടുത്താൽ ഇവിടെ 3r1 ഉണ്ടാവും ഈസ്റ്റു ഇവിടെ 2r2 ഉണ്ടാവും. ഇവിടെ സ്ക്വയർ റൂട്ട് എടുത്താൽ 25ന്റെ സ്ക്വയർ റൂട്ട് 5:16ന്റെ സ്ക്വയർ റൂട്ട് 4. അതാണ് നമുക്ക് കിട്ടിയത്. ദാറ്റ് ഈസ് 3r1 / 2r2 എന്ന് പറഞ്ഞാൽ 5/4 ആണ്. സോ ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുപോകാം, 3നെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് r1/r2 ഈക്വൽ ടു എന്ത് കിട്ടും? 5 × 2/4 × 3 എത്ര കിട്ടുക? 10/12. 10/12 എന്ന് പറഞ്ഞാൽ 5/6. ദാറ്റ് ഈസ് r1/r2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 5/6 കിട്ടി. അപ്പോൾ നമുക്ക് r1:r2 ആണ് നമുക്ക് കണ്ടത്. അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അടിത്തറയുടെ ആരത്തിന്റെ അനുപാതം. അതായത് r1:r2 എന്ത് എഴുതാം? 5:6 എന്ന് എഴുതാം. നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ ബി ആണെന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ. അടുത്ത ചോദ്യം. ഒരു കമ്പനിയിൽ 50 ജീവനക്കാരുണ്ട്. 64 കിലോ ഭാരമുള്ള ഒരു ജീവനക്കാരൻ വിരമിച്ചു. ഒരു പുതിയ ജീവനക്കാരൻ കമ്പനിയിൽ ചേർന്നു. ശരാശരി ഭാരം 250 ഗ്രാം വർദ്ധിച്ചു. പുതിയ ജീവനക്കാരന്റെ ഭാരം എത്ര? അപ്പോൾ ഒരു കമ്പനിയിൽ എത്ര പേരുണ്ടായിരുന്നു? 50 പേരുണ്ടായിരുന്നു. അതിൽ നിന്ന് 64 കിലോ ഭാരമുള്ള ഒരാൾ പോയി. എന്നിട്ട് അതിന് പകരം പുതിയ ഒരാൾ വന്നു. അപ്പോൾ പുതിയ ആൾ വന്നതിന് ശേഷം അവരുടെ ശരാശരി ഭാരം 250 ഗ്രാം വർദ്ധിച്ചു. അങ്ങനെയാണെങ്കിൽ പുതുതായിട്ട് ജോയിൻ ചെയ്ത ആളുടെ വെയിറ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിഷ്യലി അവരുടെ ആവറേജ് വെയിറ്റ് x ആണെന്ന് വിചാരിക്കുക. അതായത് ഇനിഷ്യലി അവർ എത്ര പേരുണ്ടായിരുന്നു? 50 പേരുണ്ടായിരുന്നു. അതിൽ ഒരാളുടെ വെയിറ്റ്, പോയാളുടെ വെയിറ്റ് 64 ആണ്. അതായത് 49 ആളുകളുടെ വെയിറ്റും പ്ലസ് ഈ പോയ ആളുടെ വെയിറ്റും, അതാണല്ലോ 50 ആളുകളുടെ വെയിറ്റ് ഇനിഷ്യലി, ഡിവൈഡഡ് ബൈ 50. ഇതാണ് അവരുടെ ആവറേജ് ഇനിഷ്യൽ വെയിറ്റ്. ഇത് എത്ര ആക്കി എടുത്തു? നമ്മൾ x ആക്കിയിട്ട് എടുത്തു. ഇനി പുതുതായിട്ട് വന്ന ആളുടെ വെയിറ്റ്, അതായത് ഈ 64 കിലോഗ്രാം ഉള്ള മനുഷ്യൻ പോയി, അതിനുശേഷം വേറെ ആൾ വന്നു.
അപ്പോൾ ഉള്ള ആവറേജ് 250 ഗ്രാം കൂടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ പുതുതായിട്ട് വന്ന ആളുടെ ആവറേജ് വെയിറ്റ് കൂടുക ചെയ്തത്. അപ്പോൾ ആവറേജ് വെയിറ്റ് എത്ര നോക്കാൻ നമുക്കറിയാം 64നെക്കാട്ടിലും മുകളിലായിരിക്കും എന്തായാലും. കാരണം പുതിയ ആൾ വന്നപ്പോൾ ഇവിടെ ആവറേജ് വെയിറ്റ് കൂടുക ചെയ്തത്. അപ്പോൾ പുതുതായിട്ട് വന്ന ആളുടെ വെയിറ്റ് 64 കിലോഗ്രാമിന്റെ മുകളിൽ സംതിങ് ആണ്. അത് എത്രയാണെന്ന് അറിയണം നമുക്ക്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് 49 ആളുടെ വെയിറ്റ് അവിടെ ഉണ്ട്, പ്ലസ് പുതുതായിട്ട് വന്ന ആളുടെ വെയിറ്റ് നമ്മൾ പുതിയ ആവറേജ് ആണ് കാണുന്നത് കേട്ടോ. അപ്പോൾ 49 ആളുടെ വെയിറ്റ് അവിടെ ഓൾറെഡി ഉണ്ട്. പിന്നെ പുതുതായിട്ട് വന്ന ആളുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 64 കിലോഗ്രാമിന്റെ കൂടെ കുറച്ചും കൂടി കൂട്ടണം. അത് ഞാൻ y ആയിട്ട് എടുത്തു. അത് എത്രയെന്ന് അറിയില്ല. അത്രയും കിലോഗ്രാം ഡിവൈഡ് ബൈ 50. ഇതാണ് നമുക്ക് കാണേണ്ടത്. ഇത് എന്ന് പറഞ്ഞാൽ ഇനിഷ്യലി ഉണ്ടായിരുന്ന ആവറേജ് വെയിറ്റിനേക്കാൾ 250 ഗ്രാം കൂടുതലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ നിന്ന് y ആണ് കാണേണ്ടത്. y കണ്ടാൽ 64ന്റെ കൂടെ y കൂട്ടിയാൽ അതായിരിക്കും പുതിയ ആളുടെ വെയിറ്റ്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ 49 ആളുടെ വെയിറ്റ് പ്ലസ് 64 കിലോഗ്രാം ഡിവൈഡഡ് ബൈ 50 പ്ലസ് y ബൈ 50 എന്ന് എഴുതാം. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി ന്യൂമറേറ്ററിനെ. ഈക്വൽ ടു എന്താണ്? എക്സ് പ്ലസ് 250 ഗ്രാം ആണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? 49 ആളുടെ വെയിറ്റ് പ്ലസ് 64 ഡിവൈഡ് ബൈ 50 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനിഷ്യലി ഉണ്ടായിരുന്ന ആവറേജ് വെയിറ്റ്, അതായത് എക്സ് ആണ് അല്ലേ? അപ്പോൾ ഇതിന്റെ സ്ഥാനത്ത് നമുക്ക് എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഈ എക്സും എന്ത് ചെയ്യും? വെട്ടിപ്പോവും. പിന്നെ അവിടെ എന്താ ഉണ്ടാവുക? y ബൈ 50 ഈക്വൽ ടു 250 ഗ്രാം ഉണ്ടാവും. അപ്പോൾ y ഈക്വൽ ടു എന്താണ്? y ഈക്വൽ ടു 50 ഇൻറ്റു 250 ഗ്രാം ഉണ്ടാവും. 50 ഇൻറ്റു 250 ഗ്രാം എത്ര കിട്ടുക? 125.00 ഗ്രാം. അതായത് 12,500 ഗ്രാമാണ് പുതിയ ആളുടെ എക്സ്ട്രാ വെയിറ്റ്. ദാറ്റ് ഈസ് 12,500 ഗ്രാം എന്ന് പറഞ്ഞാൽ 12.5 കിലോഗ്രാം ആണ്. അതായത് പുതുതായിട്ട് വന്ന ആളുടെ എക്സ്ട്രാ വെയിറ്റ്, അതായത് 64ന്റെ വെയിറ്റിനെക്കാട്ടിലും എത്ര കൂടുതലാണ്? 12.5 കിലോഗ്രാം കൂടുതലാണ്. അപ്പോൾ പുതുതായിട്ട് വന്ന വ്യക്തിയുടെ ന്യൂ പേഴ്സന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 64 കിലോഗ്രാം പ്ലസ് 12.5 കിലോഗ്രാം ആണ്. ഇത് എത്ര കിട്ടുക? 64 76.5 കിലോഗ്രാം ആണ്. എത്രയാണ്? 76.5 കിലോഗ്രാം ആണ് പുതിയ ആളുടെ വെയിറ്റ്. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ ഓപ്ഷൻ ഡി ആണെന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു ക്ലോക്കിന്റെ മിറർ ഇമേജ് 10:20 കാണിക്കുന്നു. അപ്പോൾ ക്ലോക്ക് കാണിക്കുന്ന യഥാർത്ഥ സമയം എത്ര? അടുത്ത ചോദ്യം. ഒരു ക്ലോക്കിന്റെ മിറർ ഇമേജ് 10:20 കാണിക്കുന്നു. അപ്പോൾ ക്ലോക്കിൽ കാണിക്കുന്ന യഥാർത്ഥ സമയം എത്ര? അപ്പോൾ ക്ലോക്കിലെ യഥാർത്ഥ മിറർ ഇമേജ് എത്രയാണ്? 10:20 ആണ്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ സമയം എത്രയാണ്? നമുക്കറിയാം, ക്ലോക്കിന്റെ സമയമോ അല്ലെങ്കിൽ മിററത്തെ സമയമോ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ നമുക്ക് മറ്റ് സമയം, അതായത് യഥാർത്ഥ സമയമോ ക്ലോക്കിന്റെ സമയമോ കാണാൻ പറഞ്ഞാൽ നമ്മൾ തന്നിരിക്കുന്ന സമയം 11:60 നിന്ന് മൈനസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ 11:60 മൈനസ് 10:20 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0.41 1:40 ആണ് കിട്ടും. അപ്പോൾ ക്ലോക്കിൽ കാണിക്കുന്ന യഥാർത്ഥ സമയം 1:40. ഓപ്ഷൻ ബി ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. രാജേഷ് പടിഞ്ഞാറോട്ട് 30 കിലോമീറ്റർ നീങ്ങി. തുടർന്ന് ഇടതുവശത്തേക്ക് തിരിഞ്ഞ് 20 കിലോമീറ്റർ നീങ്ങി. എന്നിട്ട് ഇടതുവശത്തേക്ക് തിരിഞ്ഞ് 30 കിലോമീറ്റർ നീങ്ങി. അതിനുശേഷം അവൻ ഇടതുവശത്തേക്ക് തിരിഞ്ഞ് 40 കിലോമീറ്റർ നീങ്ങി. അവൻ ആരംഭിക്കുന്ന സ്ഥലത്ത് നിന്ന് എത്ര ദൂരമുണ്ട് ഇപ്പോൾ? അതായത് രാജേഷ് പടിഞ്ഞാറോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തേക്ക് പടിഞ്ഞാറോട്ട് 30 കിലോമീറ്റർ നീങ്ങി. ഓക്കെ, തുടർന്ന് ഇടതുവശത്തേക്ക് തിരിഞ്ഞ് 20 കിലോമീറ്റർ നീങ്ങി. ഇടതുവശം എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തേക്ക് 20 കിലോമീറ്റർ നീങ്ങി. എന്നിട്ട് ഇടതുവശത്തേക്ക് തിരിഞ്ഞ് 30 കിലോമീറ്റർ നീങ്ങി. വീണ്ടും ഇടതുവശത്തേക്ക് തിരിഞ്ഞ് 30 കിലോമീറ്റർ നീങ്ങി. ഓക്കെ, അതിനുശേഷം അവൻ ഇടതുവശത്തേക്ക് തിരിഞ്ഞ് 40 കിലോമീറ്റർ നീങ്ങി. വീണ്ടും ഇടതുവശത്തേക്ക് തിരിഞ്ഞ് 40 കിലോമീറ്റർ നീങ്ങി. 40 കിലോമീറ്റർ നീങ്ങി. അവൻ ആരംഭിക്കുന്ന സ്ഥലത്ത് എത്ര ദൂരമുണ്ട്? അതായത് ഇവിടുന്നാണ് രാജേഷ് സ്റ്റാർട്ട് ചെയ്തത്, ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണേണ്ടത്. ഇത്രയും ഡിസ്റ്റൻസ് എത്രയാണ്? 40 ആണ്. നമുക്കറിയാം. ഈ ഡിസ്റ്റൻസ് എത്രയാ? 20 ആണ്. കാരണം ഈ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും ഇത്. അപ്പോൾ ബാക്കി ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? 40 - 20 20. അപ്പോൾ 20 കിലോമീറ്റർ ആണ് ഫൈനൽ പോയിന്റും ഇനിഷ്യൽ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്. നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ എ ആണത് കറക്റ്റ് ആൻസർ.
840ന്റെ 1/3ന്റെ 1/4ന്റെ 1/2ന്റെ 1/5ന്റെ മൂല്യം എത്ര? എന്താണ് കാണാൻ പറ്റുള്ളത്? 90,840ന്റെ 1/3ന്റെ 1/4ന്റെ 1/2ന്റെ 1/5 കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് സിംപ്ലിഫൈ ചെയ്യാണ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് 90,840 ഡിവൈഡ് ബൈ 3 × 4 × 2 × 5 10 എഴുതാം. ഈ 0 പൊട്ടിപ്പോയി. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മുകളിലും താഴെ 2 കൊണ്ട് വെട്ടിയാൽ 4 2 കൊണ്ട് വെട്ടിയാൽ ഇവിടെ 2 ഉണ്ടാവും. 45 42. വീണ്ടും 2 കൊണ്ട് വെട്ടിയാൽ 22 14 7 71. ദാറ്റ് ഈസ് 22 71 ഡിവൈഡഡ് ബൈ 3 ഉണ്ടാവും. വീണ്ടും 3 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ 21 7 15 5 ശിഷ്ടം 2 വീണ്ടും 21 7. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടിയ ഫൈനൽ ആൻസർ 757 എന്നാണ്. 757. നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം 213 314 253 327 ഡാഷ്. അടുത്ത സംഖ്യ ഏതായിരിക്കും വരിക എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ 315 426 572 514. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് 213 314 253 327. അടുത്ത നമ്പർ ഏതായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിലെ ഓരോ നമ്പേഴ്സിൻ്റെയും ഡിജിറ്റുകളുടെ സമ്മ് നോക്കാം. ഓക്കെ, 2 1 3 2 + 1 3 3 + 3 6. ഇതിൻ്റെ ഡിജിറ്റിൻ്റെ സമ്മ് 6 വരും. ഇവിടെ 3 3 4 4 4 8. ഇവിടെ നോക്കുമ്പോൾ 2 5 7 7 3 10. ഇവിടെ നോക്കുമ്പോൾ 3 2 5 5 7 12. അപ്പോൾ ഡിജിറ്റുകളുടെ സമ്മ് നോക്കുമ്പോൾ 6 8 10 12. അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും ഡിജിറ്റിൻ്റെ സമ്മ് വരിക? 14 ആയിരിക്കും വരിക അല്ലേ? ഇനി നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ 315 ആണ്, 315. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ 426. മൂന്നാമത്തെ ഓപ്ഷൻ 572. നാലാമത്തെ ഓപ്ഷൻ 514. ഇനി ഇതിൻ്റെ ഡിജിറ്റുകളുടെ സമ്മ് 14 വരുന്നത് ഏതാണെന്ന് നോക്കാം. ഇവിടെ 3 1 4 4 5 9 ആണ് വരിക ഇവിടെ. ഇനി ഈ കേസിൽ രണ്ടാമത്തെ കേസിൽ 4 2 6 6 6 12 ആണ് വരുന്നത്. മൂന്നാമത്തെ കേസിൽ 5 7 12 12 2 14. 572 ഓക്കെയാണ്. ഇനി നാലാമത്തെ നോക്കാം. 5 3 6 6 4 10. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? 572. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 572. അടുത്ത ചോദ്യം 1975 ഓഗസ്റ്റ് 1 വെള്ളിയാഴ്ചയാണെങ്കിൽ 1970 സെപ്റ്റംബർ 30 ഏത് ദിവസമായിരിക്കും? ഏത് ദിവസമായിരുന്നു? ഓക്കെ, അപ്പോൾ 1975 ഓഗസ്റ്റ് 1 വെള്ളി എന്ന് തന്നിട്ടുണ്ട്. ഏതാണ് ദിവസം? വെള്ളി. അങ്ങനെയാണെങ്കിൽ 1970 സെപ്റ്റംബർ 30 ഏതാണ് ദിവസം? ഇതാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓഗസ്റ്റ് 1975ൻ്റെയും 1970ൻ്റെയും ഇടയിൽ എത്ര ദിവസം ഉണ്ട് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് ആ ദിവസത്തെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന എന്താ? ഒരാഴ്ചയിൽ 7 ദിവസങ്ങളുള്ളത്. 7 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ദിവസങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരിക ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. 7 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ റിമൈൻഡർ എത്രയാണോ വരുന്നത് അത്രയും ദിവസങ്ങൾ വെള്ളിയിൽ നിന്ന് കുറക്കും. കാരണം ബാക്കോട്ടാണ് പോകുന്നത് ദിവസങ്ങൾ. 75 തന്നിട്ടുള്ളത്, 1970 ആണ് കാണേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറക്കുന്നത്. മുന്നോട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ കൂട്ടുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം 1975ൻ്റെയും 1970ൻ്റെയും ഇടയിൽ എത്ര വർഷങ്ങളുണ്ട് നോക്കാം. 74 73 72 71 അല്ലേ? പിന്നെ 1975 ഓഗസ്റ്റ് 1 ആയതുകൊണ്ട് തന്നെ ഇവിടെ സെപ്റ്റംബർ ആണ്. അപ്പോൾ നമ്മൾ വർഷം തയ്ക്കാൻ വേണ്ടിയിട്ട് 1970 ഓഗസ്റ്റ് 1 വരെ നോക്കാം.
ഓക്കെ, ഓഗസ്റ്റ് 1 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെപ്റ്റംബർ 30 കാണാം. ഓക്കെ, അപ്പോൾ 1975 ഓഗസ്റ്റ് 1-ൻ്റെയും 1970 ഓഗസ്റ്റ് 1-ൻ്റെയും ഇടയിൽ എത്ര വർഷങ്ങളുണ്ട്? 1, 2, 3, 4, 5 വർഷങ്ങളുണ്ട് അല്ലേ? ഇനി ഒരു വർഷത്തിൽ നമുക്കറിയാം 365 ദിവസമുള്ളത്. സാധാ വർഷമാണെങ്കിൽ 365 ദിവസമുള്ളത്. 365നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ 1 കിട്ടുക. അപ്പോൾ സാധാ ഇയർ ആണെങ്കിൽ ഒരു വർഷത്തിൽ റിമൈൻഡർ 1 എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കുറക്കണം. മനസ്സിലായോ? ഇനി ലീപ്പ് ഇയർ ആണെങ്കിൽ നമുക്കറിയാം ലീപ്പ് ഇയറിൽ 366 ദിവസം ഉണ്ടാവും. അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ 2 കിട്ടുക. അപ്പോൾ 2 ഓഡ് ഡേയ്സ് നമ്മൾ കുറക്കണം. ഇനി ഇവിടെ 1974 ഒരു ഓഡ് ഡേ ഉണ്ട്. 1973 സാധാ വർഷമാണ്, ഒരു ഓഡ് ഡേ ഉണ്ട്. 1972 ലീപ്പ് ഇയർ ആണ്, 366 ദിവസമുണ്ട്. അപ്പോൾ ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ അറിയാലോ, കാരണം 4 വർഷം കൂടുമ്പോൾ നമുക്ക് ഓരോ ദിവസങ്ങൾ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ആ 4ാമത്തെ വർഷത്തിലായിരിക്കും 366 ദിവസമായിട്ട് കൂട്ടുക. അപ്പോൾ ആ വർഷമാണ് നമ്മൾ ലീപ്പ് ഇയർ ആയിട്ട് എടുക്കുക. അത് കാണാൻ വേണ്ടിയിട്ട് ആ വർഷത്തെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയാൽ മതി. ഇവിടെ 1972നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇത് ലീപ്പ് ഇയർ ആണ്. ഇവിടെ ഓഡ് ഡേയ്സ് എത്ര ഉണ്ടാവും? 2 ഉണ്ടാവും. ഓക്കെ, 1971 വീണ്ടും 1. ഓക്കെ, പിന്നെ 1970 1. ഓഗസ്റ്റ് 1 വരെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓഗസ്റ്റ് 1 കണ്ടാൽ പിന്നെ നമുക്ക് സെപ്റ്റംബർ 30 കാണാം. അപ്പോൾ എത്ര ഡേയ്സ് ഉണ്ട് ടോട്ടൽ? എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 6 ഓഡ് ഡേയ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ വെള്ളിയിൽ നിന്ന് 6 ദിവസം കുറച്ചാൽ നമുക്ക് 1970 ഓഗസ്റ്റ് 1 ഏതാണ് ദിവസം എന്ന് കിട്ടും. അപ്പോൾ വെള്ളിയിൽ നിന്ന് 6 പോയാൽ വ്യാഴം, ബുധൻ, ചൊവ്വ, തിങ്കൾ, ഞായർ, ശനി. അപ്പോൾ 1970 ഓഗസ്റ്റ് 1 ഏതാ ദിവസം? ശനിയാഴ്ചയാണ്. ഇനി നമുക്ക് 1970 ഓഗസ്റ്റ് 1 അല്ല കാണേണ്ടത്, സെപ്റ്റംബർ 30 കാണേണ്ടത്. അപ്പോൾ ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എത്ര ദിവസം ഉണ്ട് നോക്കണം. എന്നിട്ട് അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതിൻ്റെ റിമൈൻഡർ എന്ത് ചെയ്യണം? കൂട്ടണം. കാരണം ഓഗസ്റ്റ് 1 കഴിഞ്ഞിട്ടാണ് സെപ്റ്റംബർ 30 മുന്നോട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കൂട്ടുകയാണ് ചെയ്യുക. ഇനി ഓഗസ്റ്റ് 1 കഴിഞ്ഞാൽ നമുക്കറിയാം ഓഗസ്റ്റിൽ 31 ദിവസം ഉണ്ട്. അപ്പോൾ ഈ ഓഗസ്റ്റ് 1 കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എത്ര ദിവസം ഉണ്ടാവും? ഓഗസ്റ്റിൽ 30 ദിവസം ഉണ്ടാവും. എത്ര ദിവസം ഉണ്ടാവും? 30 ദിവസം ഉണ്ടാവും. പിന്നെ സെപ്റ്റംബറത്തെ 30 ദിവസം. അപ്പോൾ ടോട്ടൽ ഡേയ്സ് എന്ന് പറഞ്ഞാൽ 30 + 30 എത്ര? 60. 60നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാം 56 വരെ 8 56ൽ 8 ഉണ്ട്. ബാക്കി റിമൈൻഡർ എത്ര വരിക? 4 വരിക. റിമൈൻഡർ 4. അപ്പോൾ ശനിൻ്റെ കൂടെ 4 ദിവസം കൂട്ടിയതായിരിക്കും സെപ്റ്റംബർ 30. ഓക്കെ, അപ്പോൾ ശനി കഴിഞ്ഞാൽ ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ. അപ്പോൾ സെപ്റ്റംബർ 30 ഏതാണ് ദിവസം? ബുധൻ. അപ്പോൾ നമുക്ക് 1970 സെപ്റ്റംബർ 30 ഏതാണ് ദിവസം എന്ന് കിട്ടി. ഏതാണ് ദിവസം? ബുധൻ. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ ഓപ്ഷൻ ഡി ആണെന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു പ്രത്യേക കോഡിൽ ജേണി എന്നത് VPKSOFZ എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ കോഡിൽ എങ്ങനെയാണ് അക്വയർ എന്ന് എഴുതുക? അതായത് ജേണി GORURNEY ഇതെങ്ങനെ കോഡ് ചെയ്തിട്ടുള്ളത്? VPKSOFZ എന്നാണ് കോഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അക്വയർ ACQUIRE ഇതെങ്ങനെ കോഡ് ചെയ്യും എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കോഡിങ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മളെ ആൽഫബറ്റിക് ലെറ്റേഴ്സ് എല്ലാം ഒന്ന് എഴുതി നോക്കുന്നത് നല്ലതാണ്, പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. ABCDEFGHIJKLMNOPQRSTUVWXYZ. ഇനി ജെനെ ഇവിടെ വിയിലേക്കാണ് കോഡ് ചെയ്തിട്ടുള്ളത്, ഒനെ പിയിലേക്കാണ് കോഡ് ചെയ്തിട്ടുള്ളത് തൊട്ടടുത്ത ലെറ്ററിലേക്ക്, യുവിനെ കെയിലേക്കാണ് കോഡ് ചെയ്തിട്ടുള്ളത്, ആറിനെ എസ് തൊട്ടടുത്ത ലെറ്റർ, എന്നിനെ ഒയിലേക്ക് തൊട്ടടുത്ത ലെറ്റർ, ഇനെ എഫിലേക്ക്, വൈനെ സെറ്റിലേക്ക്. അതായത് തൊട്ടടുത്ത ലെറ്ററിലേക്ക് കോഡ് ചെയ്ത ലെറ്റേഴ്സ് ഏതൊക്കെ? OP RS NO EFYZ. ORNEY എന്നീ ലെറ്റേഴ്സ് തൊട്ടടുത്ത ലെറ്ററിലേക്കാണ് കോഡ് ചെയ്തിട്ടുള്ളത്. മാറ്റേതാണ്? ജെയും യു ആണ് മാറിയിട്ടുള്ളത്. അപ്പോൾ ഈ ജെയും യുവിനെയും ഒന്ന് നമ്മൾ റീപ്ലേസ് ചെയ്യുക. റീപ്ലേസ് മീൻസ് ഇന്റർചേഞ്ച് ചെയ്യുക. ജെനെയും യുവിനെയും.
അപ്പോൾ ഇവിടെ യുവും ഇവിടെ ജെയും ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ യുവിനെ വിയിലേക്ക് തൊട്ടടുത്ത ലെറ്ററാണ്, യുവിൻ്റെ തൊട്ടടുത്ത ലെറ്ററാണ് വി, ജെൻ്റെ തൊട്ടടുത്ത ലെറ്ററാണിത് കെ. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഒന്നാമത്തെ ലെറ്ററും മൂന്നാമത്തെ ലെറ്ററും ഇൻ്റർചേഞ്ച് ചെയ്തതിന് ശേഷം എല്ലാ ലെറ്റേഴ്സിനെയും തൊട്ടടുത്ത ലെറ്റേഴ്സിലേക്ക് കോഡ് ചെയ്താൽ നമുക്ക് നമ്മളെ റിസൾട്ടൻ്റ് കോഡ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒന്നാമത്തെയും മൂന്നാമത്തെയും ലെറ്റർ ഇൻ്റർചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്യൂ വരും, ഇവിടെ എ വരും, എന്നിട്ട് കോഡ് ചെയ്യുക തൊട്ടടുത്ത ലെറ്ററിലേക്ക്. ക്യൂ കഴിഞ്ഞാൽ തൊട്ടടുത്ത ലെറ്റർ ഏതാണ്? ആറാണ്. സി കഴിഞ്ഞാൽ തൊട്ടടുത്ത ലെറ്റർ ഡി, പിന്നെ ഇവിടെ എ ആണ്, എ കഴിഞ്ഞാൽ തൊട്ടടുത്ത ലെറ്റർ ബി, യു കഴിഞ്ഞാൽ തൊട്ടടുത്ത ലെറ്റർ വി, ഐ കഴിഞ്ഞാൽ തൊട്ടടുത്ത ലെറ്റർ ജെ, ആർ കഴിഞ്ഞാൽ തൊട്ടടുത്ത ലെറ്റർ എസ്, ഇ കഴിഞ്ഞാൽ തൊട്ടടുത്ത ലെറ്റർ എഫ്. അപ്പോൾ നമ്മൾ റിസൾട്ടൻ്റ് കോഡ് ഏതാണ്? ആർ ഡി ബി വി ജെ എസ് എഫ്. നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ ഓപ്ഷൻ സി ആണെന്ത്? ആർ ഡി ബി വി ജെ എസ് എഫ്. സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. രാജേഷ് പടിഞ്ഞാറോട്ട് 30 കിലോമീറ്റർ നീങ്ങി, തുടർന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് 20 കിലോമീറ്റർ നീങ്ങി, എന്നിട്ട് ഇടത്തുവശത്തേക്ക് തിരിഞ്ഞ് 30 കിലോമീറ്റർ നീങ്ങി. അതിനുശേഷം അവൻ ഇടത്തേക്ക് തിരിഞ്ഞ് 40 കിലോമീറ്റർ നീങ്ങി. അവൻ ആരംഭിക്കുന്ന സ്ഥലത്ത് നിന്ന് എത്ര ദൂരമുണ്ട്? അതായത് ഇനിഷ്യൽ പോയിന്റും യാത്ര തുടങ്ങിയ സ്ഥലത്തു നിന്നും യാത്ര അവസാനിച്ച സ്ഥലവും തമ്മിലുള്ള ദൂരമാണ് കാണാൻ പറ്റുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് വരച്ചു നോക്കാം. രാജേഷ് ഇവിടെ നിൽക്കുന്നത് പടിഞ്ഞാറേക്ക് 30 കിലോമീറ്റർ നടന്നു, ഈ ഭാഗത്തേക്ക് 30 കിലോമീറ്റർ നടന്നു. തുടർന്ന് ഇടതുവശത്തേക്ക് തിരിഞ്ഞ് 20 കിലോമീറ്റർ നടന്നു. ഇടതുവശം എന്ന് പറഞ്ഞാൽ ഈ ഭാഗം, ഈ ഭാഗത്തേക്ക് 20 കിലോമീറ്റർ നടന്നു. എന്നിട്ട് ഇടതുവശത്തേക്ക് തിരിഞ്ഞ് 30 കിലോമീറ്റർ നടന്നു. പിന്നെ ഇടതുവശത്തേക്ക് തിരിഞ്ഞിട്ട് 30 കിലോമീറ്റർ വീണ്ടും നടന്നു. അതിനുശേഷം അവൻ ഇടതുവശത്തേക്ക് തിരിഞ്ഞ് 40 കിലോമീറ്റർ നീങ്ങി, വീണ്ടും ഇടതുവശത്തേക്ക് തിരിഞ്ഞിട്ട് 40 കിലോമീറ്റർ നീങ്ങി. അതാണ് 40 കിലോമീറ്റർ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് ഇവിടുന്നാണ്, അവസാനിച്ചത് ഇവിടെയാണ്. നമുക്ക് കാണേണ്ടത് ഈ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 40 ആണ്. അപ്പോൾ നമുക്ക് 40-ൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് കുറച്ചാൽ ഇത് കിട്ടും. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ഡിസ്റ്റൻസ് 20 ആണ്. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 20 ആണ്. അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 40-ൽ നിന്ന് 20 പോയാൽ 20 അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 20 കിലോമീറ്റർ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഒറ്റയാനെ കണ്ടെത്തുക. 19, 9, 51, 35, 73, 99, 201, 243. 19, 9, 51, 35, 73, 99, 201, 243. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ പ്രൈം നമ്പർ ഏതാണെന്ന് നമുക്ക് നോക്കാൻ പറ്റില്ല, കാരണം പ്രൈം നമ്പർ അല്ലാത്തതും ആയതുമായിട്ടുള്ള ഒന്നിലധികം നമ്പേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് നോക്കേണ്ടത് ഇതിൽ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് 9 മാത്രമാണ്. ബാക്കിയെല്ലാം പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ നമ്മൾ ഓപ്ഷൻ എ 9 ആണെന്ത് ആൻസർ. അടുത്ത ചോദ്യം. ഒരാളെ ചൂണ്ടി രാജു പറഞ്ഞു, അവൾ എൻ്റെ സഹോദരൻ്റെ അമ്മയുടെ ഏക മകളുടെ മകളാണ്. രാജു അവൻ പറഞ്ഞ വ്യക്തിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ ഇവിടെ രാജു ഉണ്ട്. രാജു ഒരു വ്യക്തിയെ പറഞ്ഞു, ഒരാളെ ചൂണ്ടി പറഞ്ഞത് എന്താണ്? അവൾ എൻ്റെ സഹോദരൻ്റെ, അതായത് രാജുവിൻ്റെ സഹോദരൻ്റെ അമ്മയുടെ, സഹോദരൻ്റെ അമ്മ രാജുവിൻ്റെ അമ്മയായിരിക്കും. സഹോദരൻ്റെ അമ്മയുടെ ഏക മകളുടെ, അപ്പോൾ അമ്മയുടെ മകൾ എന്ന് പറഞ്ഞാൽ രാജുവിൻ്റെ ബ്രദറിൻ്റെ എന്തായിരിക്കും? പെങ്ങളായിരിക്കും, സിസ്റ്റർ അല്ലേ? അപ്പോൾ അമ്മയുടെ ഏക മകൾ ഇതാണ്. പിന്നെന്താ പറഞ്ഞുള്ളത്? ഏക മകളുടെ മകളാണ്. അതായത് രാജുവിൻ്റെ ബ്രദറിൻ്റെ അമ്മയുടെ ഏക മകളുടെ മകളാണ് ആര്? രാജു ചൂണ്ടി പറഞ്ഞ വ്യക്തി. ഇതാണ് ആ പേഴ്സൺ. ഓക്കെ, അപ്പോൾ രാജുവിൻ്റെ ബ്രദർ, രാജുവിൻ്റെ സിസ്റ്ററിൻ്റെ മകളാണ് ആര്? രാജു പറഞ്ഞ വ്യക്തി. ഇത് രാജുവിൻ്റെ അമ്മയാണ്. അപ്പോൾ രാജുവും ഈ വ്യക്തിയും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു?
രാജുവിന്റെ സിസ്റ്ററിന്റെ മകളാണ് ആര്? രാജു ചൂണ്ടിക്കാണിച്ച വ്യക്തി അല്ലെ? അപ്പൊ ഇത് നീസാണ്, നീസ് അല്ലെ? രാജുവിന്റെ നീസാണ് ആര്? ഈ പേഴ്സൺ. അപ്പൊ മരുമകൾ, നീസ് എന്ന് പറഞ്ഞാൽ മരുമകൾ. അപ്പൊ ഓപ്ഷൻ ബി ആണെന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ.